ഓക്കെ, ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് നമ്മൾ തുടങ്ങുകയാണ് ഡിമാൻഡ് തിയറിയുടെ ഡിഫറെൻറ്റ് റീസെൻ്റ് അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന്. റീസെൻ്റ് അപ്രോച്ചസ് ഇനി തൊട്ട് എന്തായാലും ക്ലാസ് തുടങ്ങുന്നുണ്ടാവും, അപ്പോൾ നിങ്ങൾ വരേണ്ടി വരും. അതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ഈ റീസെൻ്റ് അപ്രോച്ചസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. റീസെൻ്റ് അപ്രോച്ചസിൽ കുറച്ചൊരു ഫോർമുലാസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് നോക്കാം. റീസെൻ്റ് തിയറീസ് ഇൻ ഡിമാൻഡ് അനാലിസിസ്. നമുക്കറിയാം ഡിമാൻഡ് മെയിനായിട്ട് രണ്ട് ആസ്പെക്റ്റിലാണ് ഡിപ്പെൻഡ് ചെയ്യണത്, എബിലിറ്റി ടു പേ ആൻഡ് ഓൾസോ ദ ഡിസയർ. അപ്പോൾ പീപ്പിൾ ഡിമാൻഡ് ഗുഡ്സ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ്. ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഓരോ ഗുഡിനും യൂട്ടിലിറ്റി ഉണ്ട്. ആ യൂട്ടിലിറ്റി ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് എത്രമാത്രം ഒരാൾക്കുള്ള ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അയാൾ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് അയാളുടെ യൂട്ടിലിറ്റി, ആ ഗുഡിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഡിമാൻഡ് പറയുന്നത് വില്ലിങ്നെസ് ആസ് വെൽ ആസ് ദ ഡിസയർ, എബിലിറ്റി ആസ് വെൽ ആസ് ദ വില്ലിങ്നെസ് പറഞ്ഞ ഡിസയറാണ്, ആൻഡ് ദ എബിലിറ്റി ടു പർച്ചേസ് എ കമ്മോഡിറ്റി. രണ്ട് സാധനത്തിനാണ് ഡിമാൻഡ്. ഒരു സാധനത്തിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഇറ്റ്സ് പവർ ടു സാറ്റിസ്ഫൈ ദ വോണ്ട് ആൻഡ് ദ കേപ്പബിലിറ്റി ഓഫ് ദ പൊട്ടൻഷ്യൽ കൺസ്യൂമർ. ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. So, demand is nothing but the readiness to satisfy the desire by paying for goods and services. Goods and servicesനെ പേ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് പറയുക. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ മണി ഇസ് കോൾഡ് as മേക്സ് എ റിയൽ ഓർ ഇഫക്റ്റീവ് ഡിമാൻഡ്. അത് ഇഫക്റ്റീവ് ആക്കണമെങ്കിൽ അയാളുടെ അടുത്ത് പൈസ ഉണ്ടാവണം. ഇത് നമുക്കറിയാം. ഡിമാൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻസ് ഇൻ മേക്കിംഗ് ഇൻ ദ പ്രസൻറ്റ് ഗ്ലോബലൈസ്ഡ് എറ. പ്രസൻറ്റ് ഗ്ലോബലൈസ്ഡ് എറയിൽ ഡിമാൻഡ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മാർക്കറ്റ് ബയേഴ്സ് ആയാലും സെല്ലേഴ്സ് ആയാലും അവരുടെ ഡിമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൈസും പാറ്റേണും, ഒരു മാർക്കറ്റിൻ്റെ എന്താണ് സൈസ്, പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സെല് ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റും. ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർ ഫ്യൂച്ചറിൽ സക്സസ് ആവും. അപ്പോൾ അയാൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാവും ആ ഡിമാൻഡ്, ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എങ്ങനെയാവുമെന്ന് അയാൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതേപോലെ അയാൾക്ക് ഫേം പ്രോഫിറ്റ് മാത്രമല്ല ഒരു ഫേം ഉദ്ദേശിക്കുന്നത്, കൺസ്യൂമർ സർവീസസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ പുതിയതായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ആസ്പെക്റ്റ് ഫേമിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അയാൾ നോക്കണമെങ്കിൽ അയാൾക്ക് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് നന്നായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഡിമാൻഡ് അനാലിസിസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Thus, short-term and long-term decisions of management are dependent on the trends of the demand for the product. Any rise or fall in the product has to be found out reasons and revised production plans. In case fall or rise ഉണ്ടെങ്കിൽ അവിടെ പ്ലാൻസ് റിവൈസ് ചെയ്യണം, ടെക്നോളജി റിവൈസ് ചെയ്യണം, അഡ്വർടൈസ്മെൻറ്റ് മാറ്റണം. അതെല്ലാം ചെയ്താലേ അവിടെ എന്തുണ്ടാവുള്ളൂ, ഡിമാൻഡ് അവർക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. സോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ ഷോസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. നമ്മളൊരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് വേരിയസ് അതർ ഡിറ്റർമിനൻസ്. അതർ ഡിറ്റർമിനൻസ് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, കൺസ്യൂമേഴ്സ് ഇൻകം, ടേസ്റ്റ്, പ്രിഫറൻസ്, എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ്, എക്സ്പെക്റ്റേഷൻസ്, ഇതെല്ലാം അതിൽ പെടും. ഒരു മാർക്കറ്റ് സിസ്റ്റം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്താ വേണ്ടത്? ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈ ഉണ്ടാവും. ആൻഡ് തോമസ് കാർലെ 19th century പറഞ്ഞത്, ഇറ്റ് ഈസ് ഈസി ടു മേക്ക് എ പാരറ്റ് ലേൺഡ് ഇൻ എക്കണോമിക്സ്, ടീച്ച് എ പാരറ്റ് ടു സേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മൈക്രോ എക്കണോമിക്സ് ഇസ് ടു എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ മെയിനായിട്ട് നമ്മൾ ഡിമാൻഡും സപ്ലൈ ആണ് പഠിക്കണത്. അതേപോലെ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണത്. ഓക്കെ, സോ whenever there is an increase in the price, demand will increase, other things remaining constant. ഇതാണ് law of demand. other things എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. This is because while studying the law of demand, the direct relationship between price and demand is studied. Economic theory, this is because under the economic theory, price of product is considered as a main determinant. അപ്പോൾ other things remaining the same, price varies inversely with the, അല്ലെങ്കിൽ demand varies inversely with the price. ഈ ഒരു ആസ്പെക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ
ഇതിൽ മെയിനായിട്ട് നമ്മൾ അതർ തിങ്സ് കോൺസ്റ്റൻ്റ് ആയി വെക്കുകയാണ്. ഓക്കെ, സോ ഈ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മെയിൻ അനാലിസിസിൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആവുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി കാരണമാണ്. ബിക്കോസ് the extra utility obtained from consuming a good decreases as the quantity consumed increases. നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ യൂട്ടിലിറ്റി ഡിറൈവ് ഫ്രം ഇറ്റ് ഗോസ് ഓൺ ഡിക്രീസിങ്. So as we consume more and more of a commodity, it becomes less satisfying. അതാണ് law of diminishing marginal utility. അതുകൊണ്ട് നമ്മുടെ law of demand downward sloping ആണ്. കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതരും അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ലെസ് സാറ്റിസ്ഫൈങ് ആവും. അപ്പോൾ കൺസ്യൂമർ എന്താണ് വില്ലിങ് ടു പേ ലെസ് ആണ്, ഹി വോണ്ട് പേ മോർ എമൗണ്ട്. സോ ദിസ് ഇസ് ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് പ്രൈസ്. സോ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഡിമാൻഡ് അനാലിസിസിൽ പഠിപ്പിച്ചതാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് പറയുന്നത് രണ്ട് കമ്മോഡിറ്റീസ് തമ്മിലാണ്. ദ കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ എനി കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് അറ്റ് എനി പോയിന്റ് ഇൻ ദ കർവ്. അതിൽ പറയണത് എന്താ വെച്ചാൽ there is a relative ranking of preferences between two goods, absolute measurement of utility. Relative rankingൽ ഒരു ഡിഫറൻസ് ഉണ്ട് derived from the consumption of a particular group of units. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞത് ഡിമാൻഡ് അനാലിസിസ് ആണ്. അത് കഴിഞ്ഞ് നമ്മളുടെ ഡെവലപ്മെൻ്റ് ആയത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഇൻഡിഫറൻസ് കർവിൽ രണ്ട് കമ്മോഡിറ്റീസ് തമ്മിലുള്ള ഒരു കൺസ്യൂമറിൻ്റെ ഇൻഡിഫറൻസ് ആണ് പറയുന്നത്. അതായത് ഹൗ ഹീസ് ഇൻഡിഫറൻറ്റ് പറഞ്ഞാൽ രണ്ടും ആയാലും അയാൾക്ക് കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു അനാലിസിസ് ആണ് ഈ ഒരു ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്നത്. റിവീൽഡ് പ്രിഫറൻസ് തിയറി അടുത്തതാണ്. ഇൻഡിഫറൻസ് കർവ് കഴിഞ്ഞിട്ട് അടുത്ത കാർഡിനൽ ആസ്പെക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത റിവീൽഡ് പ്രിഫറൻസ് തിയറി സാമുൽസൻ്റെ ആണ്. അതിലെന്താ വെച്ചാൽ റാങ്ക് ചെയ്തു, അതായത് ചോയ്സസിനെ റാങ്ക് ചെയ്തു. ഇതിൽ ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറി പറഞ്ഞതിൽ ബെസ്റ്റ് എന്തിനാണ്, ഓരോ പോളിസിയും ഏത് പോളിസി ഗവൺമെൻറ് എടുക്കുന്ന ഓരോ പോളിസി ബെറ്റർ ആണോ, കൺസ്യൂമേഴ്സിന് ഇഷ്ടമാവുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റ് ആയിരുന്നു. അത് അവർക്ക് അവരുടെ ഹാബിറ്റ്സ്, അതായത് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആർ റിവീൽഡ് ബൈ ദ ഹാബിറ്റ്സ്. അവരുടെ ഹാബിറ്റ് എന്താ വെച്ചാൽ അതനുസരിച്ചാണ് അവരുടെ പ്രിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ആ റിവീൽഡ് പ്രിഫറൻസ് തിയറി വന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കഴിഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക് ഉണ്ട്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. MRSനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിവീൽ പ്രിഫറൻസ്. അപ്പോൾ റിവീൽ പ്രിഫറൻസ് മെയിനായിട്ട് ഹാബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഹൗ ഡു കൺസ്യൂമേഴ്സ് ചൂസ്, റാങ്ക് ദ ഹാബിറ്റ്സ് ഇഫ് പെർട്ടിക്കുലർ പോളിസി ഈസ് ടേക്കൻ വെദർ ദാറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ്, അങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും. അത് അവരുടെ ഹാബിറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ പ്രിഫറൻസസ് മനസ്സിലാക്കേണ്ടത് അവരുടെ ഹാബിറ്റ്സ് വെച്ചിട്ടാണ്. അതിനെ യൂസ് ചെയ്തൊരു ടൂളാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻഡ് അതും ഡിമിനിഷിങ് മാർജിനൽ rate of substitution ആണ്. That is the assumption was that consumers craft assumption decisions to maximize the utility. അവർ എപ്പോഴും മാക്സിമൈസ് ചെയ്യും യൂട്ടിലിറ്റി. അപ്പോൾ ഈ ഒരു റിവീൽ പ്രിഫറൻസ് തിയറി പിന്നെ ഡെവലപ്പ് ചെയ്തത് യൂട്ടിലിറ്റി ഫങ്ഷൻസ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്നാണ് റിവീൽ പ്രിഫറൻസ് തിയറി. അപ്പോൾ നമ്മൾ ഡിമാൻഡ് അനാലിസിസ് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓർഡിനറി ഡിമാൻഡ് അനാലിസിസ് വിത്ത് സെർട്ടൻ കോൺസ്റ്റൻസ്, ഓക്കെ, അങ്ങനത്തെ ഒരു ഡിമാൻഡ് ഫങ്ഷൻ നോക്കി, അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. സെക്കൻഡ് കെയിം ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അതിൽ നമ്മൾ നോക്കിയത് ടു കമ്മോഡിറ്റീസ് ആണ്. പിന്നെ റിവീൽ പ്രിഫറൻസിൽ കാർഡിനൽ യൂട്ടിലിറ്റി സ്കൂളുണ്ട്, അതിലാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. പിന്നെ വന്ന റിവീൽ പ്രിഫറൻസ് ആണ്, അത് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ ഷോൺ ബൈ ദ ഹാബിറ്റ്സ്. അതിൽ വന്നൊരു ടോപ്പിക്കാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് പിന്നെ ഈ റിവീൽ പ്രിഫറൻസ് ഫങ്ഷനിൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റി. പക്ഷേ ആ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഡിറൈവ് ചെയ്തതും വലിയ സെർട്ടനിറ്റി അല്ലെങ്കിൽ ഷുവറിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെയാണ് ഈ ഡിമാൻഡ് അനാലിസിസിൻ്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞത്. ഓക്കെ,
നെക്സ്റ്റ് ഒരു സ്റ്റഡി നടത്തിയത് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്. അതായത് പ്രാഗ്മാറ്റിക് ആയിട്ട് എങ്ങനെയാണ്, അതായത് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ് ആണ് നെക്സ്റ്റ് ഒരു അനാലിസിസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. സെക്കൻഡ്, ഇൻഡിഫറൻസ് കർവ്. നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിമിനിഷിങ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. പിന്നെ വന്ന റിവീൽ പ്രിഫറൻസ് തിയറി, അതിൽ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അടുത്തതാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഓഫ് ഡിമാൻഡ് അനാലിസിസ്. കുറേ തിയറീസ് ഡെവലപ്പ് ചെയ്തു വന്നു ഡിമാൻഡിൻ്റെ സ്റ്റഡിയിൽ. വേരിയസ് അപ്രോച്ചസ് ഉണ്ട് ഡിമാൻഡ് പഠിക്കാൻ വേണ്ടി. പക്ഷേ ഈ ഒരു തിയറിയൊന്നും ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ ദ റിയൽ വേൾഡ് അനാലിസിസ്. അപ്പോൾ ഇക്കോണമിസ്റ്റ് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് കൊണ്ടുവരാൻ നോക്കി ഡിമാൻഡ് അനാലിസിസിൽ. എങ്ങനെയാണ് റിയൽ ഐഡിയാസ് അല്ലെങ്കിൽ റിയൽ വേൾഡിനെ യുണൈറ്റ് ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത പ്രാക്ടിക്കൽ അപ്രോച്ചാണ് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയാം. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അതായത് നെഗറ്റീവ് റിലേഷൻഷിപ്പിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആൻഡ് the economists using the law of demand formulated the demand functions directly in the from the market data. Market data in the directly ആണ് അവർ demand function അവർ ഡെവലപ്പ് ചെയ്തത്. ഇതിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഈ അപ്രോച്ചിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് അപ്രോച്ച് പറയുന്നത്. QDX is equal to F of PX PR Y TSE, where PX is the price of the good, PR പറഞ്ഞത് റിലേറ്റഡ് ഗുഡ്സ് ആണ്, പിന്നെ Y പറഞ്ഞത് ഇൻകം ആണ്, T പറഞ്ഞത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് എസ്, ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഡിമാൻഡ് പറഞ്ഞത് ഒരു മൾട്ടി വേരിയേറ്റ് ഫങ്ഷനാണ്. മൾട്ടി വേരിയേറ്റ് പറഞ്ഞാൽ കുറേ വേരിയബിൾസ് ഉള്ളതാണ്. ഇറ്റ് ഷോസ് ദ മാർക്കറ്റ് ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ മാർക്കറ്റ് ബിഹേവിയറാണ് കാണിക്കണ ഒരു ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ കൺസ്യൂമേഴ്സിനെയും ഒരു ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ആൻഡ് നോട്ട് ആസ് സിംഗിൾ ഇൻഡിവിജ്വൽസ്. സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഡിമാൻഡ് ഫങ്ഷൻ പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആണ്. ഡിമാൻഡ് ഫോർ ഫുഡ്, ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ് എക്സെട്ര. അപ്പോൾ ഡിമാൻഡ് ഫോർ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻ പറയുന്നത്. അപ്പോൾ QDX പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടാവും, അതെല്ലാം കൂടിയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഒരു ആഗ്രിഗേറ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ആഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് മേക്സ് ദ ഇതിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഗ്രിഗേഷൻ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ ഇൻഡെക്സ് നമ്പേഴ്സിലും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ ഒരു അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എങ്ങനെയാണ് ഒരു കോൺസ്റ്റൻറ്റ് എലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫങ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ, അതായത് നമ്മൾ കണ്ട ഒരു എക്സാമ്പിളിൽ QX is equal to B0 കണ്ടില്ലേ. ഇപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ ഡിമാൻഡ് ഫങ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതെങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് എലാസ്റ്റിസിറ്റി ടൈപ്പ് ആണെന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് കോയിഫിഷ്യൻസ്. നമ്മുടെ കോയിഫിഷ്യൻസ് ഉണ്ടാവുമല്ലോ, ഇതിലിപ്പോൾ കാണുന്നത് BC D എക്സെട്ര, അല്ലെങ്കിൽ B1 B2 B3, അത് ആ എലാസ്റ്റിസിറ്റീസ് എന്താണ് കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫങ്ഷണൽ ഫോം എഴുതുക. QX is equal to A into B PX raised to B PR raised to C Y raised to D E F T. ഓക്കെ, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഫോം. ഇത് കൗച്ചിയാനിസ് ടെക്സ്റ്റിലും ഉണ്ട്, അതിൽ B1 B2 B3 ആണ്. ഇനി ഇതിൻ്റെ ലോഗറിത്മിക് ഫോമിൽ എഴുതുകയാണെങ്കിൽ, കൗച്ചിയാനിസ് ടെക്സ്റ്റിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുണ്ട്. ഇതിൽ ലോഗറിത്മിക് ഫോം എഴുതുകയാണെങ്കിൽ ഹൗ വിൽ യു റൈറ്റ് ഇറ്റ്? log QX is equal to log A plus B into റേസ് ചെയ്തത് സൈഡിലേക്ക് വരും. ഇപ്പോൾ B into log PX plus C into log PR plus D into log Y. അപ്പോൾ EFT കോൺസ്റ്റൻ്റ് ആയാലും അത് കൺസിഡർ ചെയ്യില്ല, അത് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗറിത്മിക് ഫോം.
ഇനി ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്, അതായത് ലോഗ് ക്യു എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പി എക്സ്, നമ്മൾ പി എക്സ് വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പി എക്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഗ് ക്യു എക്സ് ഡിവൈഡ് വിത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ക്യു എക്സ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പി എക്സ് വി ഗെറ്റ് ഇറ്റ് ആസ് ബി എന്ന് കിട്ടും. ഓക്കെ, ബി ആണ് നമ്മുടെ പി എക്സ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ലോഗറിതമിക് ഫോം പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇനി നമുക്കറിയാം ബേസിക് പ്രോപ്പർട്ടി ലോഗറിതമിക്കിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്താ വെച്ചാൽ ദ ചേഞ്ച് ഇൻ ദ ലോഗറിതം ഓഫ് വേരിയബിൾ ഇസ് ഈക്വൽ ടു ദ പ്രൊപ്പോർഷണറ്റ് ചേഞ്ച് ഇൻ ദ വേരിയബിൾ. അപ്പോൾ ലോഗറിതമിക് ഫോമിൻ്റെ ഒരു പ്രൊപ്പോർഷണറ്റ് ചേഞ്ച് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തേലെടുത്തു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ക്യു എക്സ് എന്ന് പറയുന്നത് നമുക്കത് വേറെ ഫോമിൽ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ക്യു എക്സ് നമുക്ക് എഴുതാൻ പറ്റിയ ഒരു ഫോം എന്താ വെച്ചാൽ ഡെൽറ്റ ക്യു എക്സ് ബൈ ക്യു എക്സ് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് പി എക്സ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡെൽറ്റ പി എക്സ് ബൈ പി എക്സ്. അപ്പോൾ ലോഗറിതമിക് ഫോം പറഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷണറ്റ് ചേഞ്ച് ആണ്. ആ പ്രൊപ്പോർഷണറ്റ് ചേഞ്ചിനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ച ഡെൽറ്റ ക്യു എക്സ് ബൈ ക്യു എക്സ്. ഇത് നമുക്ക് ആ ഫോമിൽ ഇപ്പോൾ ബി ഈസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ക്യു എക്സ് എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ക്യു എക്സ് ന്യൂമറേറ്ററിന് നമുക്ക് വേറെ തരത്തിൽ എഴുതാൻ പറ്റിയത് ഇപ്പോഴത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഡെൽറ്റ ക്യു എക്സ് ബൈ ക്യു എക്സ്. അതിൻ്റെ താഴെ ഡെൽറ്റ ലോഗ് പി എക്സ്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഡെൽറ്റ പി എക്സ് ബൈ പി എക്സ്. അത് രണ്ടും എഴുതി കഴിഞ്ഞാൽ ബി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ബി എന്ന് പറയണത് ബി കിട്ടും. അപ്പോൾ സോ ബി ഇസ് ദ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഡെൽറ്റ ക്യു എക്സ് ബൈ ക്യു എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എക്സ് ബൈ പി വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യു എക്സ് ബൈ ഡെൽറ്റ പി. പ്രൈസ് എലാസ്റ്റിസിറ്റിയുടെ ഫോർമുല ഓർമ്മ ഉണ്ടോ? അതുതന്നെയാണ് ഇപ്പോൾ കിട്ടിയത്, ഡെൽറ്റ ക്യു എക്സ് ബൈ ഡെൽറ്റ പി എക്സ് ഇൻറ്റു പി എക്സ് ബൈ ക്യു എക്സ്. അതാണ് നമുക്ക് കിട്ടിയത് ബി. ഇതാണ് പ്രൈസ് എലാസ്റ്റിസിറ്റി. അപ്പോൾ സിൻസ് ബി ഇസ് എ കോൺസ്റ്റൻറ്റ്, അത് നമുക്ക് കിട്ടിയത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ദ ഫോളോയിങ് ഡിമാൻഡ് ഫംഗ്ഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ് എലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് എലാസ്റ്റിസിറ്റി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൻ്റെ ഫോളോവേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ദർ ഇസ് നോ മണി ഇല്യൂഷൻ ആണ് അവർ കൺസിഡർ ചെയ്യണത്. ദാറ്റ് ഈസ് നോ മണി ഇല്യൂഷൻ. മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ടെക്നിക്കൽ ജാഗൻ ദേ എക്സ്പ്രസ് ദ ഡിമാൻഡ് ആസ് എ ഹോമോജീനിയസ്. മണി ഇല്യൂഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഫങ്ഷൻ ഓഫ് ഡിഗ്രി 0. ദർ ഇസ് നോ മണി ഇല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് മണി ഇല്യൂഷൻ ഇല്ല എന്നാണ് പറയുന്നത്. മണി ഇല്യൂഷൻ വെച്ചാൽ പീപ്പിൾ ഹാവ് എ ടെൻഡൻസി ടു വ്യൂ ദ വെൽത്ത് ആൻഡ് ഇൻകം ഇൻ നോമിനൽ ഡോളർ ടേംസ്. അപ്പോൾ നോമിനൽ ഡോളർ ടേംസിലാണ് പീപ്പിൾ വെൽത്ത് ഇൻകം കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ റിയൽ വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നോ മണി ഇല്യൂഷൻ പറഞ്ഞാൽ ദ പീപ്പിൾ ഡു നോട്ട് കൺസിഡർ ഇൻ നോമിനൽ ടേംസ്, ദേ കൺസിഡർ ഇറ്റ് ഇൻ റിയൽ ടേംസ് ആണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് പ്രൈസസ് ആൻഡ് ചേഞ്ചിങ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ആസ് ബൈ t%. ദിസ് ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് പ്രൈസ് വിൽ നോട്ട് എഫക്ട് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബിക്കോസ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഹാസ് റിയൽ ഇൻകം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക പി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നോ മണി ഇല്യൂഷനാണ്. അപ്പോൾ പിന്നോട് കൺസിഡർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലും പി കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ക്യാൻസൽ ഔട്ട്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ പ്രൈസ് കൺസിഡർ ചെയ്താലും ഒരു വ്യത്യാസവും കാണില്ല. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദർ ഇസ് നോ മണി ഇല്യൂഷൻ ഇൻ കൺസ്യൂമർ ബിഹേവിയർ. നോ മണി ഇല്യൂഷൻ പറഞ്ഞാൽ നോമിനൽ ടേംസിലല്ല കൺസിഡർ ചെയ്യണം, റിയൽ ടേംസിലാണ് കൺസിഡർ ചെയ്യണമെന്നാണ് അർത്ഥം. ഓക്കെ, so it is homogeneous to degree 1. So we see in that equation, നമ്മൾ താഴത്തെ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യു എസ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു പി എക്സ് റേസ് ടു ബി ബൈ പി ഇൻറ്റു പി ആർ റേസ് ടു സി ഡിവൈഡഡ് ബൈ പി ആൻഡ് വൈ ഡി ബൈ പി. ആ ഒരു ഇക്വേഷനിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ദാറ്റ് ഇസ് ദർ ഇസ് നോ P is the general price index. In this formula, it is obvious that price and income change by the same proportion. For example, K%, same proportion lana prices income change. Example K എടുത്തു കഴിഞ്ഞാൽ
and therefore quantity demanded will not change. So money increase in the price, change in the price level will not have any change in the quantity demanded as per real factors are concerned. അപ്പോൾ അതാണ് there is no money illusion in the behavior of the consumer എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്.